العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أثبنا على ما قرأناه من القرآن العظيم، وأوصل مثل ذلك إلى حضرة سيدنا وشفيعنا ومرشدنا محمد صلى الله عليه وسلم، وإلى أرواح أزواجه الطاهرات أمهات المؤمنين، وإلى أرواح أصحاب البدريين والأحديين والخندقيين وبقية الصحابة والكرامة كلهم أجمعين من اجتمعنا هاهنا بسببه، وأنت تعلم منا بنسبه واسمه وحاله. روضة من رياض الجنان، ولا تجعل قبورنا وقبره وقبورهم حفرة من حفر النيران. اللهم اجعلنا وإياه من أهل الجنة، ولا تجعلنا ولا إياه من أهل النار. اللهم اغفر لنا وله وارحمنا وإياه، واجمع بيننا وبينه في دار جناتك النعيم حساب. اللهم سهل لنا وله منازل الآخرة كلها يا رب العالمين. اللهم اجعل آخر كلامنا وكلام والدينا وكلام أساتذتنا وكلام من تعلقوا بنا عند الموت قول لا إله إلا الله. توفنا مسلمين وألحقنا بالصالحين، آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനം നിറഞ്ഞ ഈ സംഘം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സലീം ഐദി തങ്ങൾ, ഈ സംഘത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മെഹ്ദാനി ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ സദർ ഉസ്താദ് സഫീർ ഫൈദ് ഉസ്താദ് അവர்கள், മുഹമ്മദ് ജാൻ തങ്ങൾ, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മഹലിന്റെ മദ്രസയുടെ SYSന്റെ SK7ന്റെ പൂർത്തിയായതോടെ നേതാക്കന്മാർ, ഏറെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. കഴിഞ്ഞ 5 പതിറ്റാണ്ടോളം കാലം, 6 നൂറ്റാണ്ടോളം കാലം നമ്മുടെ മദ്രസയിൽ, നമ്മുടെ നാട്ടിൽ ദീനി പ്രകാശമേകിയ നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സദർ ഉസ്താദ് നമ്മുടെ ഇവിടെ പറഞ്ഞിട്ട് 1 വർഷം പൂർത്തിയാകുകയാണ്. അതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ടവരെ അനുസ്മരിക്കാനും അതോടൊപ്പം ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്താനുമാണ് ഇത്തരത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഉസ്താദിനെ അനുഭവിച്ചവരാണ്. ഉസ്താദിന്റെ പ്രവർത്തനങ്ങളും ഉസ്താദിന്റെ നിർദ്ദേശങ്ങളും ഉസ്താദിന്റെ അറിവുകളുമെല്ലാം അറിഞ്ഞവരാണ് നമ്മളെല്ലാവരും. തലമുറകൾ, 3-4 തലമുറകളെ. ഒരു ഉസ്താദ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണയായിട്ട് 4-5 വർഷം മാത്രമാണ് ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു പുരുഷാഴ്ച മുഴുവൻ തന്റെ യുവത്വവും തന്റെ വാർദ്ധക്യവും തന്റെ എല്ലാ കാലവും ഒരു നാടിന് വേണ്ടി എല്ലാം സമർപ്പിച്ച ഉസ്താദ്. അതിനപ്പുറത്തേക്ക് ഈ നാടിന്റെ വൈജ്ഞാനിക സാമൂഹിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന ഉസ്താദാണ് നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കെല്ലാം അതിൻ്റെതായ അനുഭവമെല്ലാം നമുക്കിടെ ഉണ്ട്. നമ്മൾ ഉസ്താദ് എന്ന് പറയുന്നത് കേവലം ഒരു അധ്യാപകനപ്പുറത്തേക്ക്, ഒരു ഉസ്താദിനപ്പുറത്തേക്ക് ഇവിടുത്തെ എല്ലാ മേഖലകളിലും നിറഞ്ഞ ഉസ്താദ് കൂടിയായിരുന്നു. മാത്രമല്ല ഒരു സൂഫിയായി, ആരോടും ശബ്ദകോലാഹലമൊന്നും ഉണ്ടാക്കാതെ ഒരു വിജ്ഞാനിതനായി ജീവിച്ച് നമുക്കിടയിൽ മറിഞ്ഞുപോയ ഉസ്താദ് അവരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ടവർ സംസാരിക്കുന്നതിന് ബഹുമാനപ്പെട്ട ദഹ്ദാനി ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കേസ് ഉസ്താദ് ഇവിടെ എത്താനിരിക്കുന്നുണ്ട്. അപ്പോൾ മിലൻ ഉസ്താദ് അടക്കമുള്ള ഒരുപാട് ഉസ്താദന്മാർ ഇവിടെയുണ്ട്. ഏറ്റവും പ്രധാനം അനുസ്മരണം അതിനേക്കാൾ ഉപരി ഉസ്താദിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുമാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ഞാൻ എന്റെ സംസാരം വർദ്ധിപ്പിക്കുന്നില്ല. ഈ പരിപാടിക്ക് സ്വാഗതം പറയുന്നതാണ് എന്റെ അർപ്പിതമായ കർത്തവ്യം. ഈ പരിപാടി അധ്യക്ഷ വഹിക്കുന്നത് പൂർവ്വജാതി സംഘടനയുടെ പ്രസിഡന്റ് ഷംസുദ്ദീൻ അവറുകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടികളുടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ സലീം ഐദി തങ്ങൾ അവറുകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടികളുടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട കഴിഞ്ഞ 2 പതിറ്റാണ്ടോളം കാലം നമ്മുടെ
മഹല്ലിൽ സ്ഥാനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട തഹ്താനി ഉസ്താദ് അവറുകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടികളിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നമ്മൾ സംസാരിക്കുന്നത് ഉസ്താദിന്റെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നാട്ടുകാരനും മാത്രമല്ല ദാർഹുദയിലെ പ്രൊഫസർ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സഹചാരി കൂടിയായിട്ടുള്ള കേസ് ഉസ്താദ് അവറുകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മീരാകുടി ഉസ്താദ്, നിലവിൽ സദർ ഉസ്താദ് സഫീർ ഫൈസൽ ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ മഹല്ലിന്റെ മദ്രസയുടെ എസ്മയുടെ SKSB എല്ലാ നേതാക്കന്മാരെയും പ്രിയപ്പെട്ട നാട്ടുകാർ, സഹോദര സഹോദരിമാർ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത്തിലേക്ക് ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ അവരുടെ വളരെ ഹാർദവവും ക്ഷണിക്കുന്നു. നമ്മുടെ സലീം തങ്ങൾ, അതുപോലെ തത്താനി ഉസ്താദ്, നമ്മുടെ മദ്രസയിലെ സദർ മാമുക്കിയാജി, ബാപ്പു തങ്ങൾ, കൈദ്വാൻ മൊയ്തീനാജി, അമീദാജി, ബാവ, മറ്റ് വിദ്യാർത്ഥികൾ, നമ്മുടെ 5-10 നമ്മുടെ മദ്രസയിൽ സേവനം ചെയ്ത സദർ ഉസ്താദ്, അദ്ദേഹം നമ്മോട് വിട പറഞ്ഞിട്ട് ഏകദേശം 1 വർഷമായി. സഫർ 2 അദ്ദേഹം മരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹത്തിൻ്റെ ആണ്ട് നമ്മുടെ മദ്രസയിലേക്ക് വരുമ്പോൾ അന്നത്തെ കമ്മിറ്റിക്കാരകളായ 2 പേരെ ഇപ്പോൾ നമ്മളെ ഇവിടെ ജീവിച്ചിട്ടുള്ളൂ. എന്തായാലും അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് കുറച്ചു കാലം ഞാനിവിടെ ഉണ്ടാവും ഉള്ളൂ എന്ന് കമ്മിറ്റി ഭാരവാഹികൾ അന്നത്തെ ബാപ്പുജി, സമയത്തിൻ്റെയൊക്കെ അതുപോലെ മുഹമ്മദ് ജാൻ തങ്ങളെ ഇവരോടൊക്കെ ആവശ്യപ്പെടുകയും പിന്നീട് അദ്ദേഹം തന്നെ ഇവിടുന്ന് പോകാൻ കഴിയാത്ത വിധത്തിൽ നമ്മളെ നാടും നമ്മളെ മദ്രസയുമായി വളരെ അടുത്ത ബന്ധം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഇവിടുന്ന് പോകാൻ സാധിച്ചു. നമ്മുടെ ഇവിടെ അദ്ദേഹത്തിന് 40 വർഷം തികഞ്ഞ ഒരു ആദരവ് നൽകിയിരുന്നു, നിങ്ങൾക്കൊക്കെ അറിയാതെ. അതുപോലെ നമ്മളൊരു യാത്രയപ്പ് നൽകി. 2 പരിപാടി നമ്മളെ സംബന്ധിച്ചിടത്തോളം സങ്കല്പപ്പെടുത്തുന്ന ഒരു അനുഭവമായിരുന്നു. കാരണം ഉസ്താദിന്റെ ആ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ വളരെ സങ്കടമായി. ഉസ്താദ് 40 വർഷം ഇവിടെ സേവനം ചെയ്ത നമ്മുടെ ആദരവ് നടക്കുന്ന സമയത്ത് ഞങ്ങളെ കീശ്ശേരിയുള്ള MC മുഹമ്മദ് എന്ന് പറഞ്ഞ നമ്മുടെ ലീഗിൻ്റെ ഒരു നേതാവ്, അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോയിരുന്നു. ഞാനും MP അബ്ദുറഹ്മാനെ, ഇങ്ങനെ കൂട്ടത്തിൽ ചിലപ്പോൾ പലരും ഉണ്ടാവും. അന്ന് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് കിട്ടിയ ഒരു നിധിയാണ് ഉസ്താദ്, ഞങ്ങൾ കാണാതെ പോയ ഒരു നിധിയാണ്. പിന്നീടാണ് ഞങ്ങൾക്ക് ഉസ്താദിനെ ഞങ്ങൾക്ക് കിട്ടിയാൽ തരക്കേടില്ല എന്ന് തോന്നിയത്. കാരണം ഉസ്താദ് കീശ്ശേരി പള്ളിക്കൽ കുത്തുബ ഓതുന്ന ആ സമയത്തൊക്കെ അങ്ങോട്ട് ഇവിടുന്ന് പോകലും, വെള്ളിയാഴ്ച ഇവിടെ ഉണ്ടാവില്ല, എന്നാൽ ഇവിടുന്ന് പോകലും, അതുപോലെ നിക്കാനുള്ള സമയത്ത് ഇവിടുന്ന് പോകുമ്പോഴൊക്കെ അവിടുത്തെ കമ്മിറ്റിക്കാർ പല പ്രാവശ്യം പറയലുണ്ട്, നിങ്ങൾക്ക് ഇവിടെ തന്നെ തുടർന്നൂടെ എന്നുള്ളത്. അപ്പൊ MC മുഹമ്മദ് നേതാവ് അന്ന് ഞങ്ങളോട് പറയുകയുണ്ടായി, നിങ്ങൾ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അത്രയും വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ആളും എല്ലാവരോടും വളരെ ലളിതമായിട്ട് സംസാരിക്കുകയും, നമുക്കൊക്കെ അറിയാം, ഈ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ ഉസ്താദിന്റെ കൈകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാത്ത ആളുകൾ ഉണ്ടാവില്ല. കാരണം ഒന്ന് നമ്മുടെ വീട് പണി, ഒരു തറക്കല്ലിടല്, അല്ലെങ്കിൽ കട്ടിൽ വെക്കല്, അല്ലെങ്കിൽ കുടിയിരിക്കല്, അതും അല്ലെങ്കിൽ നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോൾ ഉസ്താദ് വന്ന് യാത്ര പോവുകയാണെന്ന് പ്രാർത്ഥിക്കണം എന്നാണ് ഉസ്താദ് വളരെ സന്തോഷത്തോടെ വന്ന് നമ്മളെ യാത്ര അയക്കല്. ഇതൊക്കെ നമ്മൾക്കൊരു സന്തോഷമുള്ള കാര്യം. ഉസ്താദ് ഒരു തറക്കല്ലിടുക എന്ന സമയത്ത് എന്റെ അനുഭവം, ഞാൻ പല പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു പെട്ടെന്ന് പൂർത്തീകരിച്ച് തരട്ടെ. ഉസ്താദ് ആ വാക്ക് പോലെ തന്നെ ആ വീട് പണി തടസ്സമില്ലാതെ, നമ്മളെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും ആ വീട് പണി എത്രയും പെട്ടെന്ന്
അത് പൂർത്തീകരിച്ച് നമുക്ക് അതിന് താമസിക്കാനുള്ള തൗഫീഖൊക്കെ പടച്ചോൻ തന്നിട്ടുണ്ട്. നീട്ടിക്കൊണ്ട് പോയി പറയില്ല, ഉസ്താദിന്റെ വാക്കുകൾ പലതും പറയാനുണ്ട്. എന്തായാലും ഇത് ഇവിടെ സംബന്ധിക്കാൻ വന്ന നമ്മുടെ തത്താനി ഉസ്താദിന്റെ അവരൊക്കെ പറയും, അതുപോലെ യേശു ഉസ്താദ് ഇപ്പോൾ വരും, അതുപോലെ കമ്മിറ്റി ഭാരവാഹികളുണ്ട്, അവരൊക്കെ ഉസ്താദിനെ പറ്റി ബീരാമുട്ടി ഉസ്താദ് ഉണ്ട്. ഈ പരിപാടിക്ക് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനിയായ സലീം തങ്ങളെയാണ്. അതുപോലെ നമ്മുടെ ഉസ്താദ് തത്താനി ഉസ്താദ് ഉസ്താദിനെ പറ്റി ഒരു സ്മരിക്കുന്ന ഒരു ഉസ്താദിന്റെ കൂടെ ജോലി ചെയ്ത 22 വർഷത്തോളം ഉസ്താദ് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ സദറാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനായ KC ഉസ്താദ്, അദ്ദേഹമൊക്കെ ഈ കാര്യങ്ങൾ പറയും. എന്തായാലും നീട്ടിക്കൊണ്ടുപോയി പറയുന്നില്ല. നമ്മുടെ സലീം തങ്ങളെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ശ്രമിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അമ്മാ ബഅദ്. ബഹുമാനായ പ്രിയപ്പെട്ട ഷംസി തത്താനി ഉസ്താദ്, ബീരാമുട്ടി ഉസ്താദ് അടക്കമുള്ള ഈ മഹലിന് നേതൃത്വവും കൂടുമാവും നൽകുന്ന പ്രിയമുള്ള ഭാരവാഹികൾ, ഏറ്റവും സ്നേഹം നിറഞ്ഞ മഹലിൻ നിവാസികൾ, നമ്മുടെ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ ഉസ്താദന്മാർ ചിലർ അതായത് ക്ലാസ്സുകളിൽ മാത്രമേ ബന്ധത്തിലുണ്ടാവുള്ളൂ. ചിലർ കുറച്ചും കൂടി വളർന്ന് ആ മദ്രസയിൽ മൊത്തം അറിയപ്പെടുന്ന ഉസ്താദന്മാരുണ്ടാവും. ചിലർ അതിലും വളർന്ന് മഹലിൽ മൊത്തം അറിയപ്പെടുന്നവരുണ്ടാവും. ചിലർ അതിലും വളർന്ന് മഹലിനപ്പുറവും അറിയപ്പെടുന്ന ഉസ്താദന്മാരുണ്ടാവും. ഈ പറഞ്ഞ അവസാനത്തെ ഏറ്റവും ശ്രേണിയിൽ, അതായത് മഹലിന് പുറത്തും അറിയപ്പെടുന്ന സ്നേഹബന്ധങ്ങളുള്ള ഒരു പ്രധാന വ്യക്തിയായിരുന്നു നമ്മളിന്ന് അനുസ്മരിക്കുന്ന ഉസ്താദ്. വ്യക്തിപരമായിട്ട് നല്ല ബന്ധമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഞാൻ പള്ളിയിൽ നിന്ന് സ്റ്റേജ് വരുമ്പോൾ മൂപ്പരുണ്ടാവും. മേലോട്ടേക്ക് കയറി ചായ കുടിക്കാൻ വേണ്ടി ചായയിലോട്ടേക്ക് പോകുന്നത് അയാൾ ദിവസമുള്ള കാഴ്ച. മിക്കവാറും അവർ ചായ കുടിക്കാനുള്ള കയറ്റം കാണാറുണ്ട്. പല പരിപാടികളിൽ കാണുമ്പോഴും ചിരി മാത്രമല്ല, ചിരി പറഞ്ഞാൽ പലജാതി ചിരി ഉണ്ടാവും. ഉള്ളില്ലാത്ത ചിരി, ഒരു തുറന്ന ചിരിക്കാതെ. ഇതൊന്നല്ല, ഇതൊരു തെളിച്ചമുള്ള ഒരു ആത്മാർത്ഥതയുള്ള ഒരു ചിരി. എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ മുതൽ കൊടുക്കും ആ സ്വഭാവ സവിശേഷത തന്നെയാണ്. 4 പതിറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഈ കൂട്ടത്തിലിരിക്കുന്ന മിക്കവാറും 80% അല്ലെങ്കിൽ 90% ഉസ്താദിനാൽ പഠിപ്പിക്കപ്പെട്ടവരായിരുന്നു. ബന്ധം അതിൻ്റെ തെളിവാണ്. ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറപ്പിക്കുന്നു, ദുആ ചെയ്യുന്നു, നമ്മളൊക്കെ കൂടിയിരിക്കുന്നു. അദ്ദേഹത്തിനോടുള്ള വ്യക്തിപരമായ ബന്ധം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അതിലൊക്കെ പെട്ടവരാണ് ഞാൻ നിങ്ങളുമൊക്കെ. ഏതായാലും അതൊരു ഭാഗ്യമാണ് ഇങ്ങനെ ഓർമ്മിക്കപ്പെടാനും. അന്യനാട്ടിൽ, സ്വന്തം നാട്ടിലുമില്ല, അന്യനാട്ടിൽ ഇത്രത്തോളം രൂഢമായ താഴെക്കടിയിലേക്കുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ഒരാൾക്ക് കഴിയുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് മഹഫറത്തും മർഹമത്തും ഒക്കെ നൽകട്ടെ. ഒരു നാടിനെ വളർത്തിയെടുത്ത, ഒരു നാടിൻ്റെ ധാർമ്മിക അന്തരീക്ഷത്തെ രൂപപ്പെടുത്തിയ ഒരു മഹാനായ മനുഷ്യൻ. അതെല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല, എപ്പോഴും കിട്ടുന്ന ഭാഗ്യമല്ല, എപ്പോഴെങ്കിലുമൊക്കെ വരുന്ന ഒരു ജന്മങ്ങൾക്ക് മാത്രമേ അത്തരം ഒരു ഭാഗ്യം ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ പോലെയല്ല മദ്രസ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ പഴയമാതിരി അതല്ല. പഴയമാതിരി ഒരു ഉസ്താദ് എന്നൊക്കെ പറയുമ്പോൾ അതിനാണുള്ള ഒരു അടുപ്പവും പ്രത്യേകമായ അടുപ്പവും പ്രത്യേകമായ ആത്മാർത്ഥതയും ഒക്കെ ഉണ്ടായി. ഇന്നിപ്പോൾ അതല്ല. ഇന്നിപ്പോൾ ഒരു മദ്രസ എങ്ങനെ നിലനിന്ന് പോകാൻ തന്നെ പലപ്പോഴും പ്രയാസപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കുട്ടികൾക്ക് ഒരു യാന്ത്രികമായി വരികയാണ് പഠിക്കാൻ. തന്നെ ഇപ്പോഴത്തെ തലമുറനെ കുറിച്ച് ഞാൻ പറയുന്നത്. ഉണ്ടെന്നുള്ള എനിക്ക് ഇപ്പോൾ പോവുകയാണ് കുട്ടികളൊക്കെ. രക്ഷിതാക്കളും അങ്ങനെ തന്നെ, കുറ്റം പറയില്ല. എന്തൊരു പറഞ്ഞേക്കട്ടെ എന്നുള്ളതൊക്കെ പറഞ്ഞേക്കാം. കാരണം 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ മാത്രമാണ് കുട്ടികൾക്ക് മദ്രസയിൽ പഠിക്കാൻ പറ്റുന്നത്. ഈ +1 +2 ക്ലാസ്സുകൾ പോലും കുട്ടികളില്ലാതെ
പിന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള അവസ്ഥ പോലും ഇപ്പോഴത്തെ കാലത്തുണ്ട്. പക്ഷെ അന്നത്തെ കാലമെന്ന് പറയുമ്പോൾ ഇതല്ലല്ല. നിങ്ങളൊക്കെ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളിൽ പലരും ഉസ്താദിൻ്റെ ശിഷ്യന്മാരായിരുന്നു. അതൊരു വല്ലാത്ത അടുപ്പമുള്ള ഒരു ഉസ്താദ് എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന കാരണവരെ പോലെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാളായിരിക്കും അന്നത്തെ ഉസ്താദന്മാർ പലരും. പ്രത്യേകിച്ച് മുഹമ്മദ് ഉസ്താദിനെ പോലെയുള്ള ആൾക്കാർ. അവരെ വാക്കുകൾക്ക് വരെയുണ്ട്, അവരെ പിന്നെ കർമ്മങ്ങൾക്ക് പിന്നെ സാക്ഷ്യങ്ങളുണ്ട്. നാം നേരത്തെ പറഞ്ഞ ഷംസ് പറഞ്ഞത് ഏത് പരിപാടിക്കാണെങ്കിലും മഹലിൽ ഏത് പരിപാടിക്കാണെങ്കിലും അത് കുടിക്കലാകാം, അല്ലെങ്കിൽ തറക്കലുള്ള അല്ലെങ്കിൽ പേരിട്ടുകൊണ്ടുപോകാനാകാം, അല്ലെങ്കിൽ ഗംഭീരമാകാം. ഇതൊക്കെ നിങ്ങൾ ഒരാളെ ക്ഷണിക്കാൻ ലീസ്റ്റ് ഉണ്ടാക്കുമല്ലോ പലപ്പോഴും നമ്മൾ വേണ്ടപ്പെട്ടവരെ. ആ ലീസ്റ്റിൽ ഏറ്റവും മുകളിൽ നിങ്ങൾ പോലും അറിയാതെ വരുന്ന പേരാണ് മുഹമ്മദ് ഉസ്താദിൻ്റെ. അത് അടുപ്പത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹവുമായുള്ള ബന്ധത്തിൻ്റെ സ്മരണകൾ പുതുക്കാനുണ്ടാവും. അതൊക്കെ ഒരു ഇബാദത്ത് തന്നെയാണ്. കാരണം അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുക മാത്രമല്ല, നമുക്കൊക്കെ പഠിക്കാനുള്ളത് വെച്ചാൽ അത്തരം ജീവിതങ്ങളിൽ നിന്ന് നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ ഒരുപാടുണ്ട്. അത്തരം മഹാന്മാരുടെ ജീവിതം ഒരു പുസ്തകമാണ്. ആ പുസ്തകം ഇങ്ങനെ വെറുതെ കൂട്ടിച്ചോട്ട് കാര്യമില്ല. ആ പുസ്തകം തുറക്കണം, അവരെങ്ങനെ ജീവിച്ചു എന്ന് മനസ്സിലാക്കണം. അത് ആ പുസ്തകം വായിച്ചിട്ട് ആ ജീവിതത്തെ പഠിച്ചിട്ട് അത് എങ്ങനെയെങ്കിലും അവരുടെ ഏതെങ്കിലും നന്മകളുടെ ഒരു വശം നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി പകർത്താൻ നമ്മൾ ശ്രമിക്കണം. അല്ലാതെ വെറുതെ നമ്മളത് നമുക്ക് ഉണക്കിച്ച് പിന്നെ പോയതുകൊണ്ട് കാര്യമില്ല. അത്തരം മാതൃകാപരമായ ജീവിതം നയിച്ച ആൾക്കാർ ആരായാലും അവരൊക്കെ സ്മരിക്കണം. അതിൻ്റെ ഒരു വിവാദത്താണ്, സംശയമില്ല. അത് അവരുടെ ജീവിതം പകർത്താനും അവരുടെ ജീവിതത്തിൽ അവരെ മഹഫറത്തിന് മറഹമത്തിന് വേണ്ടി എല്ലാ സമയത്തും ദുആ ചെയ്യാനും അവരെ ഓർക്കാനും ഒക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കൂടിച്ചേരലിന് ഒരു അർത്ഥവത്താവുകയുള്ളൂ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരുപാട് ആൾക്കാർ ഇവിടെ വീണ്ടും അല്ലെങ്കിൽ സ്ഥലമാരടക്കമുള്ളവരുണ്ട്, സംസാരിക്കാനുണ്ട്, നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്, ഓർമ്മകൾ പങ്കുവെക്കാനുണ്ട്, ദുആ നടത്താനുണ്ട്. അതുകൊണ്ട് തന്നെ സമയം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ കൂടുതലും പിരിയിലുമൊക്കെ ഉള്ള ഒരു വിഭാഗത്താക്കി തീരുമാറാകട്ടെ. അള്ളാഹുവേ, ഈ നാളെ ഈ ലോകത്ത് എൻ്റെ ആർഷിൻ്റെ നാളിലെ ഞങ്ങളെയൊക്കെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിനെ മാറ്റിത്തരണേ. എല്ലാ പിന്നെ ബുദ്ധിമുട്ടുകളും തൊട്ട് പ്രയാസങ്ങളും തൊട്ട് ഇത്തരം സദസ്സുകളുടെ ബർക്കത്ത് കൊണ്ട് ദൂരീകരിച്ച് തരണേ തമ്പുരാനെ. കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യം ഉച്ചരിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അറിയിക്കുന്നു. ഇത്തരം ഒരു അവസരം നൽകിയതിൻ്റെ സംഘാടകരെ പ്രത്യേകം നന്ദിപൂർവ്വം സ്മരിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ വരുന്ന സമയത്ത് നമ്മളെ മെമ്പറായിട്ട് അമിത്യാപ്പൂർ സ്ഥാനം പറ്റി രണ്ട് വാക്ക് സംസാരിക്കും. സംബന്ധിച്ച് എല്ലാ വിഷയങ്ങളും അറിയുന്ന ആളുകളോട് അധികമുള്ളത്. കാരണം താഴെ പള്ളിയിൽ നിന്നും മദ്രസയിൽ നിന്നും വഴിയുമായിട്ട് മൂപ്പരയുമായി ബന്ധപ്പെട്ട പലർക്കും എത്ര സംശയത്തിനായി കണ്ടിടാനും മുഴുവൻ എല്ലാ പരിപാടിക്കും എല്ലാവർക്കും വന്ന് ആളുകളുമായി കൂടുതൽ ബന്ധപ്പെടാൻ അവസരങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് കൂടുതൽ വീണ്ടും പറയേണ്ട ആവശ്യമില്ല, കൂടുതൽ അറിയില്ല. പിന്നീട് ഒരു മഹത്തായ ജീവനെ പറയുന്നത്. അപ്പം ഞാൻ വെള്ളിയാഴ്ച നമ്മളെ ബാക്കിയുള്ള പള്ളികൾ പറഞ്ഞുപോയി മൂപ്പര ജീവിതവും ഒരു മാർഗ അതായത് പ്രായോഗികമാക്കേണ്ട ജീവിതം അതായത് കണ്ടാൽ ആ രൂപത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു ജീവിതമായിരുന്നു മൂപ്പര്. മൂപ്പര് വന്ന ആ കാലത്ത് ഇതേപോലെ നമ്മൾ കൂടുതൽ ഒരു പുരോഗതി അഭിവൃദ്ധിയൊന്നുമില്ലാത്ത ആ കാലഘട്ടത്തിൽ നമ്മുടെ മദ്രസയിലാണെങ്കിലും അങ്ങനെ കൂടുതൽ അധ്യാപകരും ഇല്ലാത്തൊരവസ്ഥയിലും ആ രൂപത്തിലൊക്കെ ആ കാലങ്ങൾ വന്നാൽ ഇവിടെ ഏത് വിഷയത്തിൽ പഠിക്കാനും അതുപോലെ ആളുകളുമായി ബന്ധപ്പെടാനും സൗമ്യമായും രസകരമായിട്ട് സംസാരിക്കാനും എല്ലാവർക്കും പറ്റുന്ന ഒരു വ്യക്തിയാണ്. ആ വന്ന കാലത്ത് ഇവിടെ എന്താ പാലക്കാടൊക്കെ PK മോഹൻചാത്തങ്ങളായിരുന്നു. അപ്പം ചിലപ്പോൾ പറയാം ഞാൻ എന്നെ വിളിക്കാൻ വന്നപ്പോൾ സെക്രട്ടറി ആരാന്ന് പറഞ്ഞത് പാലക്കാട്ട് തങ്ങളാന്ന് പറഞ്ഞപ്പോൾ കീഴിലോട് ഞങ്ങൾ ചിലപ്പോൾ ഞാൻ വിചാരിച്ച തങ്ങളൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ ഓളൊക്കെ തന്നാണ് നികുതി സ്ഥലത്തിരിക്കുന്ന ആളെ വെക്കാൻ ഇവിടെ വന്നപ്പോൾ നമ്മൾ
ഒരു സൗഹാർദ്ദത്തിന് ഒരു സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള ഒരു സെക്രട്ടറിയാണെന്ന് ഞങ്ങളാണെന്ന് മനസ്സിലായിരുന്നു. അങ്ങനത്തെ കാര്യം രസമാണ്. അതുകൊണ്ട് അന്ന് മുതൽ ഈ നാട്ടിന് വേണ്ടി എന്തൊക്കെ വേണ്ട ദീനപരമായിട്ട് മദ്രസും അതുപോലെ മറ്റു പള്ളിയിൽ എല്ലാത്തിനും എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതിനെല്ലാത്തിനും മുൻപന്തിരുന്ന മനുഷ്യരായി. അതേപോലെ നമ്മളെ ഇവിടെ ആളുകളില്ലാത്ത സമയത്ത് ഇപ്പം പള്ളിയിലുള്ള ആവശ്യം കുറേ കാലം നമ്മൾ ജില്ലാമത്തായി ഹത്തീബായിട്ട് മൂപ്പര് നിന്നു. ആ ഹത്തീബായി കുറേ നിന്ന കാലത്ത് അന്ന് മൂപ്പർ തുടങ്ങിയെത്തതാണ് ജുമയ്ക്ക് ശേഷമുള്ള സ്ഥലത്ത് ഒരു 10 സ്ഥലത്ത് മൂപ്പരന്ന് ഹത്തീബായി കാലത്ത് അന്ന് മൂപ്പരാണ് സ്ഥലത്ത് തുടങ്ങിയെത്തി. അപ്പോൾ ആ സ്ഥലത്ത് ഇതുവരെ അവർക്ക് തുടർന്നു പോകുന്നു. അതുപോലെയുള്ള നല്ല കാര്യം അതാ ജീവിതത്തിൽ മൂപ്പര് പുറത്ത് ഒതുണ്ടാക്കാനും കാര്യം എഴുതാനും ആ കൊടയാതിരിക്കാനും ഏതൊക്കെ കുട്ടികളെ മനസ്സിൽ വെച്ച് ഏതൊക്കെ രൂപത്തിൽ പഠിപ്പിച്ചോ അതേ രൂപത്തിൽ നമുക്ക് മുഴുവൻ കാര്യങ്ങൾ ചെയ്തത്. അപ്പം അങ്ങനെ ധാരാളം അനുഭവമുണ്ട്. വന്ന കാലത്ത് ഇതേമാരും ചെറുപ്പകാലമാണ്. അവിടെ നാട്ടിലൊക്കെ പല രൂപത്തിൽ പ്രവർത്തിച്ച് ഇവിടെ അന്ന് മുതൽ നമ്മൾ ആ കാലത്ത് മദ്രസയുടെ വളർന്നപ്പോൾ ഉണ്ടായിരുന്ന 30 ദിവസം 30 ദിവസം വളർന്നാൽ 29, 28 കുറയാതെ എത്രയോ കാര്യങ്ങളോ ആ കാലത്തൊക്കെ മൂപ്പര് സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ട് രാത്രി അന്ന് ഇതേമാരുടെ 2 മണി 2:30 മണി വരെയാണ് പ്രസംഗമുണ്ടോ. അത് കഴിഞ്ഞാൽ മദ്രസയിൽ അന്ന് നോമ്പുകാലത്ത് ആണെങ്കിലും മറ്റേ ഇസ്ലാമൊക്കെ കഴിഞ്ഞാലും ആ പരിപാടി പങ്കെടുക്കും. മറ്റുള്ള എല്ലാ പരിപാടിയും പങ്കെടുത്ത് ഇവിടെ മദ്രസയിൽ വളർന്ന് 2:30 മണിയായാലും മധുരയിൽ മുപ്പതും. അതുപോലെ ഇവിടെ പ്രാസംഗികന്മാരെ കൊണ്ടുവരാനും ക്ഷണിക്കാനും ഒക്കെ ഏതൊക്കെ രൂപത്തിൽ എവിടെയൊക്കെ പോയി എന്തൊക്കെ ഉള്ളത് കൂടുതൽ മൂപ്പരുമായിട്ട് ഈ വലിയതായിട്ട് ഞാനാണ് കൂടുതൽ മൂരെ ക്ഷണിക്കാൻ പോകാറ്. ഇവിടെ താക്കാനില്ലാത്ത അതുപോലെ മോഹൻജാന് ടീമണിയെക്കുട്ടി കേളി ഉദ്യോഗം എല്ലാവരും പോകാറുണ്ട്. ആ പോകുന്ന കൊടുത്ത് കൊല്ലത്ത് സാഹിബാസ്ഥാനത്ത് തന്നെ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം താക്കാനിലേക്ക് പോയിട്ടുണ്ട്. അതൊക്കെ പോകുന്നത് സദർസ്ഥാനം കൂടെ. അതേപോലെ ആലപ്പുഴയിൽ മറ്റേ വൈദ്യുതരൊക്കെ ഇറങ്ങി അത്രയും കാലത്ത് അതായത് ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ വിരാതപുരത്തിന് അങ്ങനെ കുറേ എന്തായാലും പെട്ടെന്ന് ഓർമ്മയില്ലാത്തതുകൊണ്ട് പല ഇതായിട്ട് എത്രയൊക്കെ ആളുകളോട് സംസാരിച്ചിട്ടോ അത് മഹാഭൂരിപക്ഷം മൂപ്പർ പോയി ക്ഷണിച്ചുകൊണ്ട് വരിക. ഏറ്റവും കൂടുതൽ രസകരമായ വിഷയം ഞങ്ങളും മൂപ്പർ കൊണ്ടുവന്ന് നമ്മുടെ ഈ 2 സംശയം വരുന്ന നമ്മൾ 2 ഗ്രൂപ്പാകുന്ന അവസരത്തിൽ നമ്മുടെ AP ഉസ്താദിനെ തിരഞ്ഞെടുത്ത് ഒരു പ്രാവശ്യം പ്രവർത്തേണ്ട ആവശ്യം വന്നു. ആദ്യകാലത്ത് AP ഉസ്താദ് വന്നത് AP ഉസ്താദിനെ തിരഞ്ഞുകൊണ്ട് ഞാനും തന്നോട് ബസ് കയറി അവിടെ വന്ന് ബസ് കയറി അവിടെ ഇറങ്ങി. അപ്പോൾ ഇറങ്ങി അസറിക്കേറ്റായിരുന്നു. അപ്പോൾ മൂപ്പര ബസ്സിനെ ഇനിയിപ്പോൾ കട്ടക്കാർക്ക് എഴുതാൻ കാണാൻ എവിടെ കിട്ടുക എവിടേക്കാണ് മൂപ്പരും പറഞ്ഞോട് ഇറങ്ങിയത്. അത് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാണ്ട് ആ സ്റ്റാൻഡ് പുതിയ സ്റ്റാൻഡ് ഇപ്പോൾ ആ പള്ളി പള്ളി AP ഉസ്താദിനെ ആ പള്ളി ചെന്ന് അസറിക്കേറ്റായിരുന്നു. അസറിക്കേറ്റ് ആദ്യം മൂപ്പരി വന്നു ബേക്കറി ഏറാണ് വന്നത്. കുറച്ച് കഴിഞ്ഞ ശേഷം വന്നു നിന്ന് ഈ AP ഉസ്താദ് ബേക്കറി നിന്ന് തുറന്ന് സ്റ്റേഷനിൽ. അപ്പോൾ ആ രൂപത്തിൽ ചില വിഷയങ്ങളും അത്രയും മാത്രം ഇതായിട്ട് സജീവമായിട്ട് എല്ലാ പരിപാടി പോകാനും വരാനും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതിനെല്ലാത്തിനും കാർമിക പ്രവർത്തിച്ചാളുണ്ട്. അപ്പോൾ അതേപോലെ ധാരാളം കാര്യങ്ങൾ പറയാൻ കൂടുതൽ പറഞ്ഞാൽ ഇവിടെ ഉത്സാഹത്തിൽ 5 വർഷം കൊണ്ട് ഈ തന്നെയാണ് വായിച്ചാലുള്ള സംസ്ഥാനത്തിൽ ചില സൗന്ദര്യം ധാരാളം കൊണ്ടൊന്നും തെറ്റാൻ നിർത്താനും അദ്ദേഹത്തിന് പോലെ മാതൃകാ ജീവിതം നയിക്കാനും അതേപോലെ അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ ആ സ്വർഗത്തിൽ ഈ ഉസ്താദ്മാരുടെ കൂടെ ഇവരുടെ കൂടെ എല്ലാവരും കൂടെ സ്വർഗത്തിൽ ഈ കാലം നമുക്ക് അള്ളാഹു അത്ര മാത്രമേ